ഇറാനിൽ പ്രക്ഷോഭം ശക്തമാകുന്നതിനിടെ കനത്ത ആശങ്കയിലാണ് പശ്ചിമേഷ്യ. ഇറാനിലെ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത 26-കാരൻ ഇർഫാൻ സുൽത്താനിയുടെ വധശിക്ഷ നടപ്പാക്കിയേക്കുമെന്ന് പ്രക്ഷോഭം അടിച്ചമർത്തിയാൽ ഇടപെടുമെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇതിനിടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കനക്കുകയാണ്. പ്രതിഷേധക്കാരെ ഇറാൻ ഭരണകൂടം വധിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും ഏത് സൈനിക നീക്കത്തെയും നേരിടാൻ തയ്യാറാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പ്രക്ഷോഭത്തിന്റെ ഭാഗമായവർക്ക് ഉടൻ കടുത്ത ശിക്ഷ നൽകുമെന്നാണ് ഇറാൻ സുപ്രീം കോടതി നിലപാട്. അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമായ ഖത്തറിലുള്ള അൽ ഉദൈദ് എയർബേസ് ഒഴിയാൻ US നിർദ്ദേശം നൽകി. ഇറാനിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ പാക് സൈനിക മേധാവി അസീം മുനീർ അടിയന്തര യോഗം വിളിച്ചു. ഇതിനിടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറിയെന്ന റിപ്പോർട്ട് പുറത്തുവന്നു. ഇറാനിൽ ഉടൻ ആക്രമണം നടത്തരുതെന്ന് അമേരിക്കയുടെ അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ചർച്ച നടത്തി. ഇറാനിലെ ഇന്ത്യക്കാരോട് രാജ്യം വിടാൻ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. സംഘർഷ മേഖലകളിലെ യാത്ര ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.